ഇന്നത്തെ എപ്പിസോഡിൽ നന്ദും നയനയും കൂടി കിടന്നുറങ്ങും കേട്ടോ. ആ സമയത്താണെങ്കിൽ നയനയ്ക്ക് തീരെ ഉറക്കം വരുന്നില്ല. അങ്ങനെ നയന മെല്ലെ അവിടെ നിന്ന് നീറ്റ് പോവുകയാണ്. അപ്പോൾ നയന നീറ്റ് പോകുമ്പോൾ നന്ദു നീക്കും കേട്ടോ. ആ സമയത്ത് നന്ദു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ആദർശേട്ടൻ വിളിക്കാത്ത കാരണം തോന്നുന്നു ചേച്ചി ഉറങ്ങാത്ത പാവം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അനിയാ കേട്ടോ മെസ്സേജ്. അപ്പോൾ ഉറങ്ങിയോ, ഞാനൊന്ന് വിളിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പം നന്ദു ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. അപ്പം നന്ദു ഇങ്ങനെ മനസ്സിൽ പറയും, നിൻ്റെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായി, പക്ഷേ ഞാൻ എങ്ങനെ എല്ലാവരെയും വെറുപ്പിച്ചിട്ട് നിന്നെ മാത്രം സ്നേഹിക്കുക എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കും. എന്നിട്ട് ഞാൻ എന്താ വിളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് വരും കേട്ടോ. അപ്പോഴേക്കും നന്ദു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് എനിക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ രാത്രിയിലാണെങ്കിൽ ആദർശം ഉറക്കമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് ദേവയാനി നയനേനെ വിളിച്ചിട്ട് മോളെ എന്തായി, അവൻ വിളിച്ചോ ചോദിക്കുമ്പോൾ ഇല്ല അമ്മ, അവൻ ആദർശേട്ടൻ വിളിച്ചിട്ടൊന്നുമില്ല എന്ന് പറയും. അവൻ എന്താ പറ്റിയെന്ന് എനിക്കും മനസ്സിലാവണില്ല, അവൻ ഭയങ്കര ചൂടിലാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, അമ്മ പോയി കിടന്നോ പറയും. അപ്പോൾ മോളിങ്ങനെ ഉറങ്ങാതിരിക്കാന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ ഞാൻ മോളെ വിളിച്ചത് എന്നൊക്കെ പറയും കേട്ടോ. അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നന്ദു റെഡി ആയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മുടെ നയന വന്നിട്ട് ചോദിക്കും, റെഡി ആവലൊക്കെ കഴിഞ്ഞോ ചോദിക്കുമ്പോൾ ചേച്ചി ഇന്നലെ ഉറങ്ങിയില്ല അല്ലേ ചോദിക്കുമ്പോൾ ഞാൻ ഉറങ്ങിയില്ലോ, അത് പിന്നെ നീയൊക്കെ പോണേൻ്റെ സങ്കടത്തിലാണെന്ന് പറയും കേട്ടോ. അതൊന്നുമല്ല, ആദർശേട്ടൻ വിളിക്കാത്തതിലാന്ന് എനിക്ക് മനസ്സിലായി. നീ ആദർശേട്ടന് മനസ്സിലായി കാണുമോ അമ്മയും ചേച്ചിയും കൂടി ഒന്നിച്ചത് പറയും. അതുകൊണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ ആദർശേട്ടൻ അത് ഭയങ്കര സന്തോഷമാവുകയല്ലേ ചെയ്യുക. ഞാനും അമ്മയും ഒന്നിക്കണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നത് ആദർശേട്ടനാണ്. അപ്പോൾ പിന്നെ അതല്ലേ സന്തോഷമല്ലേ വരിക, അതൊന്നുമല്ല, ഇത് വേറെന്തോ ആണെന്ന് പറയും കേട്ടോ. അങ്ങനെ നന്ദുവിനോട് ചോദിക്കും, എനിക്ക് എന്താ പറയുക, അനി നിന്നെ വിളിക്കുക എന്തെങ്കിലും ചെയ്തോ ചോദിച്ചപ്പോൾ ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ നീ സത്യം പറഞ്ഞോ പറയും. അപ്പോൾ ഇന്നലെ മെസ്സേജ് അയച്ചിരുന്നു, പക്ഷേ ഞാൻ റിപ്ലൈ കൊടുത്തില്ല പറയും. നിൻ്റെ ഫോൺ ഞാൻ പരിശോധിച്ച് നോക്കി, അപ്പോൾ അതിൽ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത് നീ എന്താ പറയുകയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയും കേട്ടോ. അപ്പോൾ നീ അതിൽ റിപ്ലൈ കൊടുക്കാത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ ഇനിയും അങ്ങനെ തന്നെ വേണം മോളെ എന്നൊക്കെ തന്നെ പറയും. അപ്പോൾ നന്ദുവിനാകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.